وقال سيدنا محمد صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي أو كما قال محمد رسول الله وما لي إلا آل أحمد شيعة وما لي إلا مشعب الحق مشعب ആദരണീയരായ മശായിഖന്മാരെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, ബിരുദം വാങ്ങിയ യുവപണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ 12ാമത്തെ ഉറൂസിന്റെ സമാപനത്തിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. ഒരല്പസമയം കൂടി എല്ലാവരും ഈ മഹത്തായ സനദ് നൽകപ്പെട്ട സ്ഥാപനത്തെ കൂടി ചിന്തിച്ചുകൊണ്ട് ഒരല്പസമയം കൂടി എല്ലാവരും ഇരിക്കണം. എല്ലാവർക്കും തബറുക്കിന്റെ ഭക്ഷണം ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇനിയും ഒരു വലിയ കൂട്ടപ്രാർത്ഥന സയ്യിദ് ബിജുക്കോയത്തങ്ങൾ അവറുകളുടെയും സയ്യിദ് മശൂദങ്ങൾ അവറുകളുടെയും ബഹുമാനപ്പെട്ട അത്താഉല്ലാ തങ്ങൾ ഉദ്യാപുരം അവറുകളുടെയും എല്ലാം നേതൃത്വത്തിൽ നടക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് നമ്മുടെ തീരുമാനമല്ല. എല്ലാവരും ഉറക്കെ ഒരു സ്വലാത്ത് പറയൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകൂടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുബൈത്ത് നമ്മെ നിയന്ത്രിക്കുക, നമുക്ക് നേതൃത്വം നൽകുക എന്നത് നാം ഉണ്ടാക്കി വെച്ച ഒരു പദ്ധതിയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ 10 പരീക്ഷണങ്ങൾ നടത്തിയെന്നും അതിൽ വിജയിച്ചപ്പോൾ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, അങ്ങയെ ജനങ്ങൾക്ക് നേതാവാക്കി നബിയെ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ ഖാല വമിൻ ദുർരിയതി, ആ നേതൃത്വ സ്ഥാനം എന്റെ മക്കളിലും നിലനിർത്തണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ആ ദുആയുടെ പരിണിത ഫലമായി, അതിന്റെ സ്വീകാര്യമായി ഇന്നും എന്നും ആ നേതൃത്വം നിലനിൽക്കുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകാൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ മലായിക്കത്തുകൾ വന്നപ്പോൾ ഞാനാണെങ്കിലോ വയസ്സായി. അവിടുത്തെ മഹദി പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഞാൻ വയസ്സായി, എന്റെ ഭർത്താവും വളരെ വയസ്സാണ്, ഇനി എങ്ങനെയാണ് ഞങ്ങൾക്ക് സന്താനമുണ്ടാവുക എന്ന് ചോദിച്ചത് ഖുർആൻ പറയുകയാണ്. അതഅജബീന മിൻ അംരില്ലാഹി, അതഅജബീന മിൻ അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് എന്താ കാര്യം? ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അവിടുന്ന് പറഞ്ഞു, റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. ഈ ഇരിക്കുന്ന എല്ലാ അഹ്ലു ബൈത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് അന്നേ ദുആ ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ മുൻഗാമികളിലേക്ക് ഒന്ന് പരിധി നോക്കിയാൽ ഒരു 4-5 തലമുറ കഴിയുമ്പോൾ അവരുടെയൊക്കെ പേര് മാറും. ഇതങ്ങനെയല്ല, ഇത് പരിശുദ്ധാത്മാക്കളാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളിൽ നിന്ന് എല്ലാ അഴുക്കും നീക്കം ചെയ്യാൻ അല്ലാഹു തീരുമാനിച്ചു നീക്കം ചെയ്തതാണ്. പോരാ, വയുതഹിറകും തത്ഹീറാ, നിങ്ങളെ വലിയ ഒരു ശുദ്ധീകരണം അല്ലാഹു നടത്തിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ
വംശ പരമ്പരയായി നടത്തിയ ശുദ്ധീകരണമാണ്. മൗലിദിന്റെ ഹദീസിൽ നമ്മൾ പറയുന്നത് മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നമുക്ക് അവിടെ ഇങ്ങോട്ടും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മാ മസ്സനി മിൻ സിഫാഹിൽ ജാഹിലിയ്യത്തി ശൈഉൻ, ജാഹിലിയ വൈവാഹിക രീതി എന്റെ ജനനത്തെ സ്പർശിച്ചിട്ടില്ലെന്ന് ഉറക്ക സ്വലാത്ത് പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ്? മുത്തുനബിയുടെ മാതാപിതാക്കൾ മുസ്ലിംകളല്ല, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. മുത്തുനബിയുടെ മാതാപിതാക്കൾ നരകത്തിലാണ്, അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മാ വലദനി മിൻ സിഫാഹിൽ ജാഹിലിയത്തി ശൈഉൻ വമാ വലദനി ഇല്ലാ നികാഹുൽ ഇസ്ലാം. ഇസ്ലാമിക വൈവാഹിക രീതിയാണ് എനിക്ക് ജന്മം നൽകിയിട്ടുള്ളത്. മില്ലതുൻ ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇലാ അൻ വലദനി അബീ വ ഉമ്മീ, എന്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം നൽകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധാത്മാക്കളുടെ പരമ്പര. വതഖല്ലുബക ഫിസ്സാജിദീൻ, നബിയെ അങ്ങയുടെ വരവിനെ നാം കണ്ടിട്ടുള്ളത് സാജിദീങ്ങളിലായിട്ടാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സുത്തത്തെ വിശദീകരിക്കുന്നത് കാണാം. ഐ മിൻ സാജിദിൻ ഇലാ സാജിദിൻ, ഒരു സുജൂദ് ചെയ്യുന്ന വലിയിൽ നിന്ന്, ഒരു സുജൂദ് ചെയ്യുന്ന നബിയിൽ നിന്ന് മറ്റൊരു നബിയിലേക്ക്, മറ്റൊരു പ്രവാചകരിലേക്ക്, അങ്ങനെ പരമ്പരകൾ മുറിയാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധാത്മാക്കളുടെ പരമ്പരയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജനിപ്പിച്ചു എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം. അതിന് വിരുദ്ധമായ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അത് കുഫ്രിയത്തിന്റെ വിശ്വാസമാണ്, അത് നിഫാഖിന്റെ വിശ്വാസമാണ്. അത് പഠിച്ചു വെച്ചത് കൊണ്ടോ അത് കേൾക്കാൻ നിന്നതുകൊണ്ടോ ആണ് നമ്മുടെ സമൂഹത്തിലും അഹ്ലി ബൈത്തിനോടുള്ള നിഷേധാത്മകമായ സമീപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നെടുംതൂണുകളായ അംബിയാഇന്റെ അനന്തരാവകാശികളായി അവരുടെ മക്കളായ അഹ്ലി ബൈത്തിനെ നിന്ദിക്കുന്നു എന്ന് വരുമ്പോൾ എവിടെ എത്തിപ്പോയി കാര്യം? നമ്മുടെ നാട്ടിൽ ഒരു സമസ്തയുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ സംഘടനയുണ്ട്. അവരെല്ലാവരും ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിന്റെ നേതൃത്വം അഹ്ലു ബൈത്തിന്റെ കയ്യിലാണ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി, ഞാൻ ഇബ്രാഹിമേ അങ്ങേ നാം ഇമാമാക്കിയിരിക്കുന്നു, പോരാ എന്റെ കുടുംബത്തിനും വേണം. നിങ്ങൾ ലോകത്ത് സഞ്ചരിക്കുന്നവരല്ലേ, ലോകസഞ്ചാരികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ലോകത്ത് എവിടെ ചെന്നാലാണ് ദീനിന് അഹ്ലു ബൈത്ത് നേതൃത്വം വഹിക്കാത്തത്? മക്കയിൽ നോക്കൂ, അലവി മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം, അവിടത്തെ വഫാത്തായി പോയ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം മക്കയിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം വഹിക്കുന്നു. മദീനത്ത് അഹ്ലു ബൈത്ത് നേതൃത്വം വഹിക്കുന്നു. ജിദ്ദയിൽ ചെന്നാൽ സഖാഫ് സാദാത്തുകൾ, ജമലുല്ലൈലി സാദാത്തുകൾ നേതൃത്വം വഹിക്കുന്നു. കിഴക്കൻ രാജ്യങ്ങളിൽ ചെന്നാൽ, മലേഷ്യയിൽ ജോഹോർ സ്റ്റേറ്റിൽ ചെന്നാൽ ഹസൻ സാദാത്തിങ്ങൾ അവിടെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. സിംഗപ്പൂരിൽ ചെന്നാൽ ബാലവി സാദാത്തിങ്ങൾ, അവിടെ സാദാത്ത് ബാലവി മോസ്ക് ഉണ്ട്, അവിടെ വലിയ ഔറാദുകളുണ്ട്, സദസ്സുകൾ ലോകമെമ്പാടുമുണ്ട്.
ഒരുപാടുമുണ്ട്. എല്ലാ സ്ഥലത്തും ഈ സാദാത്തുക്കളാണ് ലോകത്തുള്ള ജനങ്ങൾക്ക് നേതൃത്വം എന്ന്. അതാണ് ഇസ്ലാം വരച്ചു വെച്ചതെന്ന്, അതാണ് സാദാത്തിന്റെ പാരമ്പര്യമെന്ന്, അതാണ് മുസ്ലിം പാരമ്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും കപട വിശ്വാസികൾ വരുമ്പോൾ, അവരുടെ വാറോലകൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോയി പോകരുത്. എല്ലാ സയ്യിദന്മാരും താജുൽ ഉലമയെ പോലെ അതിനെല്ലാം അടിച്ചമർത്തി വലിയ ധൈര്യത്തോടുകൂടി വലിയ ചെങ്കോലേന്തി പ്രതികരിക്കുന്നവർ ആയിക്കൊള്ളണമെന്നില്ല, മറുപടി പറയുന്നവരായിക്കൊള്ളണമെന്നില്ല. താജുൽ ഉലമയോട് ആരോ കുടുംബത്തെ പറ്റി ചോദിച്ചാൽ പോടാ അവിടെ, ഞങ്ങളുടെ കുടുംബമൊക്കെ ഞങ്ങൾ കല്യാണം നിശ്ചയിക്കുമ്പോ നോക്കിക്കോളാം, നീ അത് അന്വേഷിക്കാൻ നടക്കണ്ട. അവിടുത്തെ എല്ലാ കുടുംബ പരമ്പരകളിൽ നിന്നും, ബാഫഖി ഖബീലയിൽ നിന്നും, മൈദ്രൂസ് ഖബീലയിൽ നിന്നും എല്ലാം അവിടുത്തെ മക്കളെ വിവാഹം ചെയ്ത് കൊടുത്ത കൂട്ടത്തിൽ കാണാം. അവർക്കൊക്കെ പരമ്പര അറിയാം. ഞാൻ ഇന്ന തങ്ങളുടെ മച്ചുണ്യന്റെ മോനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരമ്പരയായി. അങ്ങനെ പരമ്പര അറിയാത്ത ആളുകൾ ഇവിടെ ഇല്ല. എല്ലാവർക്കും സയ്യിദന്മാരുടെ പരമ്പര അറിയാം. കഴിഞ്ഞ സമ്മേളനങ്ങളിൽ ഇവിടെ വന്നുപോയ ബഹുമാനപ്പെട്ട മരിച്ചുപോയ കോയമ്മത്തങ്ങൾ, ഫദ്ലുതങ്ങളല്ലാത്ത മറ്റൊരു തങ്ങൾ, താജുൽ ഉലമയുടെ അളിയനാകുന്ന ഒരു തങ്ങൾ, അവരൊന്നും നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരല്ല. പക്ഷേ അവർക്ക് താജുൽ ഉലമയെ അറിയാം, അവർക്ക് നൂറുൽ ഉലമയെ അറിയാം, അവർക്ക് സാദാത്യങ്ങളുടെ പരമ്പര അറിയാം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അത്താഉല്ലാ തങ്ങൾ, അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അത്താഉല്ലാ തങ്ങൾ താജുൽ ഉലമയുടെ അടുത്ത ഒരു മുരീദാണ്. അത്താഉല്ലാ തങ്ങൾ താജുൽ ഉലമയോട് ചോദിച്ചു, തങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ, ദുഃഖമുണ്ടാക്കിയ കാര്യം ഏതാണ്? നമ്മൾ വിചാരിക്കും സമസ്ത പിളർന്നതാണെന്ന് പറയും, നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും പറയുമെന്ന്. അവിടുന്ന് പറഞ്ഞത് ദീനിന്റെ ഉലൂമുകൾ, ഫന്നുകൾ വേർതിരിച്ച് ഉത്സാഹത്തോടെ പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലമ്മാ തആതൈതുൽ ഫുനൂന വഹല്ലഹാ തബയ്യന ലീ അന്നൽ ഫുനൂന ജുനൂനു എന്ന് പറയുന്ന രൂപത്തിലായി ഫന്നുകളെ പഠിക്കാൻ പോലും ആളില്ലാത്ത ആ അവസ്ഥയാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് അധ്വാനിച്ചു പഠിച്ചു. എങ്ങനെ ഇന്നത്തെ ആലിമീങ്ങൾ, ഞാൻ ഉൾപ്പെട്ട ആലിമീങ്ങളുടെ വേഷം കെട്ടിയ ആളുകൾ ഒരുപക്ഷെ പല മൗലിദും നമ്മൾ ഓതുകയില്ല, പല മൗലിദ് കിതാബ് നമ്മൾ കാണുകയില്ല. മൗലിദ് കിതാബ് ഉൾപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ താജുൽ ഉലമക്ക് ഹിഫ്ളാണ്. താജുൽ ഉലമക്ക് ഹിഫ്ളാണ്. മൗലിദ് തെറ്റോതി ആപ്പ പിടിക്കുവാൻ അങ്ങനെടാ ഓതണമെന്ന് വിളിച്ചു പറയും. അങ്ങനെ ചെറുതെല്ലാം പഠിച്ചു, വലുതെല്ലാം പഠിച്ച്, ബൈത്ത് കിതാബുകൾ പഠിച്ച്, എല്ലാം പഠിച്ച് സാധാരണ ജനങ്ങളോട് എങ്ങനെ സംവദിക്കണമെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ. താജുൽ ഉലമയുടെ ഓരോ വസ്ഫുകളും നമുക്ക് ദിവസങ്ങളോളം വഴി വാഴ് പറയാനുണ്ടാകും. നമ്മളൊരു വാഴത്തിന് ബുക്ക് ചെയ്താൽ എന്താ താജുൽ ഉലമ ചോദിക്കുന്നത്? എടാ ബുക്കാക്കണ വാഴ ചെയ്യണോ? ബുക്കാക്കണോ വാഴ ചെയ്യണം? ഡയറി എഴുതിയ ബുക്ക് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും താജുൽ ഉലമ ഒന്നോളൊന്നില്ല. അവിടുന്ന് വരാമെന്ന് വാഴ ചെയ്യണം. വാഴ ചെയ്താൽ വാഴക്ക് മാറ്റം കാണിക്കുകയില്ല. പിന്നെ എന്ത് അസുഖമായാലും എന്ത് പ്രതിസന്ധി ആയാലും താജുൽ ഉലമ ട്രെയിനിൽ കയറി വരും. എവിടെ? ഇവിടെ ഒന്നുമല്ല, വളരെ ദൂരെ ഞങ്ങളുടെ നാടുകളിൽ താജുൽ ഉലമ അങ്ങനെയാണ് വരുന്നത്. ഞാൻ അവരോട് വാഴ ചെയ്തിട്ടില്ലടാ, നിന്റെ പരിപാടിക്ക് ഞാൻ വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളാരും വെറുതെ താജുൽ ഉലമയെ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതുമല്ല. നമുക്ക് 100,000 അനുഭവങ്ങളുണ്ട്. തങ്ങന്മാരെ ആദരിച്ചാലും പ്രത്യേകിച്ച് താജുൽ ഉലമയെ ആദരിച്ചാൽ ദീനും കിട്ടും, ദുനിയാവും കിട്ടും. എനിക്ക് ദീനും കിട്ടിയിട്ടുണ്ട്, ദുനിയാവും കിട്ടിയിട്ടുണ്ട്. ഈ മജീദ് ഹാജി താജുൽ ഉലമയെ കൊണ്ട് ഹജ്ജിന് പോകും. അങ്ങനെ മിനയിൽ ഞങ്ങളുടെ തമ്പിന്റെ അടുത്ത് തന്നെ താജുൽ ഉലമയുടെ തമ്പ് നോക്കി നടന്നിട്ട് കാണാതായി നോക്കും. 4-5ാമത്തെ തമ്പാണ്. അവിടെ അറഫയിലൊക്കെ കൊണ്ടുപോയി അതൊക്കെ പറയിപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോ മർഹൂം TC മുഹമ്മദ് കുഞ്ഞ് ഹാജിയുടെ കയ്യിൽ ഒരു അവലിൽ പൊതിഞ്ഞിട്ട് 100 റിയാൽ കൊടുത്തയച്ചു. നിനക്ക് അല്ലാഹു ദുനിയാവും ആഖിറത്ത് തരട്ടെ, ഇത് എന്റെ വകയാണ്, ഇവരാരെയും വകയില്ല എന്ന് എനിക്ക് പൈസ. ഒരു പൈസയും കൈമുടക്കും പറക്കുന്നുകൊണ്ട് അതിപ്പോഴും എന്റെ കയ്യിലുണ്ട്.
എനിക്ക് 16 കൊല്ലം മുമ്പാണ് താജുൽ ഉലമ ഒരു വാഹനം ഓപ്പൺ ആക്കി തന്നു. ഒരു സയ്യിദിനെ കൊണ്ട് എടുപ്പിച്ച് താജുൽ ഉലമയുടെ വീട്ടിൽ കൊണ്ടുപോയി താജുൽ ഉലമ അതിൽ കയറ്റി ഹിയാസുന്ന സന്നിധാനത്തിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. നിനക്കൊന്നും പറ്റൂല, നിനക്ക് ഈ വണ്ടി ശരിയാവും കേട്ടാ എന്ന് പറഞ്ഞു ദുആ ചെയ്തു. ഞാൻ ഈ അടുത്ത സമയത്ത് 14 കൊല്ലമായപ്പോ ഞാൻ ആ വണ്ടി വിൽക്കേണ്ടി വന്നു. എന്റെ ദാരിദ്ര്യം കൊണ്ടും എന്റെ വിഷമങ്ങൾ കൊണ്ടും ആ വണ്ടി ഞാൻ വിറ്റു. വിറ്റ് 12 മണിക്കൂറായപ്പോൾ ഒരു രക്ഷകർത്താവ് എന്നെ വിളിക്കുന്നു, ഉസ്താദേ താജുലും ഉപ്പാപ്പ വർക്കത്താക്കിയ വണ്ടി വിറ്റോ? ഞാൻ വിറ്റു. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് വാങ്ങാനായിരിക്കും, നമുക്ക് തിരിച്ചെടുക്കാം ഉസ്താദേ. രാവിലെ നോക്കുമ്പോ എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ. ഈ പറഞ്ഞ രക്ഷകർത്താവും അവരുടെ മകനും ഞാൻ അറിയാതെ എന്റെ ഡ്രൈവറുമായി പോയി വിറ്റ മൂവാറ്റുപുഴയിൽ പോയി അവിടെ നിന്ന് 45,000 രൂപ കൂടുതൽ കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ ആ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഞാൻ കണക്കാക്കി ആ വണ്ടി എന്തായാലും വിൽക്കുന്നില്ല എന്ന് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഇടയിൽ നിന്നാണ്. അപ്പൊ അവരുടെ കൂടെ കൂടിയാൽ ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ഇത് നാം മനസ്സിലാക്കണം. അതാണ് അഹ്ലു ബൈത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതാവദൻ ബിയദിൽ യമീനി സ്വഹീഫതി. എത്ര വലിയ മഹാനാണ് ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്താണ് എന്റെ മാർഗം, അവരാണ് എന്റെ പിടിക്കയറ്. വഹുമു ഇലൈഹി വസീലത്തി, അല്ലാഹുവിന്റെ തിരുദൂതരിലേക്ക് എനിക്ക് ചേരാനുള്ള മാർഗം അവരാണ്. അർജൂ ബിഹിം ഉഅതാവദൻ, നാളെ അവരെ കൊണ്ട് എനിക്ക് ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിയദിൽ യമീൻ, എന്റെ ഈ വലത്തെ കയ്യിൽ, സ്വഹീഫത്തി, മഹ്ശറിൽ എന്റെ ഏടുകൾ എന്ന് നാം മനസ്സിലാക്കി ദുആ ചെയ്യുന്ന ഇമാം ശാഫിഈ തങ്ങളെയാണ് കണ്ടതെങ്കിൽ നാം എത്രത്തോളം നോക്കണം പ്രിയപ്പെട്ടവരെ. അഹ്ലു ബൈത്തിനെ ചേരി നോക്കാതെ ബഹുമാനിച്ചതാണ് നമ്മുടെ പേരിൽ എഴുതപ്പെടുന്ന ഒരു കുറ്റമെങ്കിൽ നിങ്ങൾ നോക്കണേ. ആര് പറഞ്ഞാലും ആ തങ്ങളെ കുറ്റം പറഞ്ഞ് ഈ തങ്ങളെ അംഗീകരിച്ച്, ഈ തങ്ങളെ കുറ്റം പറഞ്ഞ് ആ തങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥ നാം സ്വീകരിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. നാം പാണക്കാട്ട് തങ്ങന്മാരെയും സ്വീകരിക്കും, നാം ബുഖാരി തങ്ങന്മാരെയും സ്വീകരിക്കും. നമ്മെ താജുൽ ഉലമ പഠിപ്പിച്ചത് അതാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ വലിയ ഐക്യത്തിന്റെ ആൾക്കാരായിട്ട് വരുന്നുണ്ട്. താജുൽ ഉലമ അവിടുത്തെ മുഹിബ്ബീങ്ങളായ മുതലാളിമാരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് പമ്പയിൽ ഒരു പള്ളി വെച്ചു. ആ പള്ളിയും അവര് തന്നെ വെച്ചതാ. താജുൽ ഉലമയാണ് അതിന്റെ അധ്യക്ഷൻ, സുൽത്താൻ ഉലമയാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വൈസർ. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വലിയ പള്ളി വെച്ചു. ആ പള്ളി വെച്ചപ്പോ താജുൽ ഉലമ പറഞ്ഞു, ശിഹാബ് തങ്ങളെയും വിളിക്കണം. ശിഹാബ് കെട്ടിപ്പിടിച്ച് എല്ലാരും ഒരുമിച്ചിരുന്നു. അപ്പൊ ഞങ്ങളാണ് ഐക്യത്തെ പിടിപ്പിച്ചതെന്ന് ആരും പറയണ്ട. താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ അവിടുന്ന് പഠിപ്പിച്ച ഐക്യബോധവും അവിടുന്ന് പഠിപ്പിച്ച സ്നേഹവും അത് നമ്മളിൽ മാത്രം നിലനിന്നാൽ പോരാ. 26 മദനികൾ ഇവിടെ ഇറങ്ങി. ഇനി അത് 40 50 60 നൂറുകണക്കിന് മദനികളാകും. അത് കൂടാതെ ഉള്ളാൾ ദർഗാ ഷരീഫിന്റെ പരിസരത്ത് നിന്നും താജുൽ ഉലമയുടെ ശിഷ്യന്മാരുടെ പരമ്പരയായി ഇവിടെ മദനികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യന്മാർ തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, എവിടെ നിക്കാഹിന് വന്നാലും അവിടെ നിന്നാണല്ലോ ദ്വാരക്കുന്നത്, അവിടെ നിന്നാണല്ലോ ഖുത്ബ പോകുന്നത്, അവിടെ നിന്നാണല്ലോ നിക്കാഹ് ചെയ്യുന്നത്, എന്താ എല്ലാം അവിടെ നിന്ന് ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ താജുൽ ഉലമ പറഞ്ഞു, ഞാനൊരു സദസ്സിൽ ചെന്ന് ഖുത്ബ ഓതാൻ പറയുമ്പോ ഓൻ ഓതൂല, എന്റെ ശിഷ്യനായിരിക്കും, അല്ലെങ്കിൽ എന്റെ ശിഷ്യന്റെ ശിഷ്യനായിരിക്കും. നീ നിക്കാഹ് നടത്തുന്ന പറയുമ്പോ നിക്കാഹ് നടത്തില്ല, എന്റെ ശിഷ്യനായിരിക്കും. കാസർഗോഡ് വലിയ ഖാദി ബാവ മുസ്ലിമൊക്കെ തങ്ങൾ പാപ്പയുടെ ശിഷ്യന്മാരാണ്. അങ്ങനെ അവരാരും
നിക്കാഹ് ചെയ്യില്ല, അവരാരും ദുആ ചെയ്യില്ല. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ പല സ്ഥലത്തിലും ഇത് തന്നെ അവസ്ഥ. അങ്ങനെയാണ് ഞാൻ തന്നെ നിക്കാഹ്, ഞാൻ തന്നെ ഖുത്ബ, ഞാൻ തന്നെ ദുആ എല്ലാം ആയിത്തീർന്നത് എന്ന് താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ശിഷ്യ പരമ്പര ലോകത്ത് മുഴുവനുമായി അവരെ കുറിച്ച് അറിയാത്തവരില്ലാതെയായി. അവർ വലിയ മഹാത്മ്യം ഇവിടെ കാഴ്ചവെച്ചു. ആ ശിഷ്യ പരമ്പര താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്റർ അവിടുത്തെ ജീവിതകാലത്ത് ഓപ്പൺ ആക്കിയ ഈ സ്ഥലത്തു നിന്ന് ഇൻഷാ അല്ലാഹ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പണ്ഡിതന്മാരായി ഇറങ്ങണം. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും മസ്ഊദ് തങ്ങളുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും ഇവിടെ അതാ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിലും എല്ലാം ഒരുപാട് പാവങ്ങൾ ഇവിടെ വന്ന് ഈ 3 ദിവസം കഷ്ടപ്പെട്ട് ആഹാരമുണ്ടാക്കി വെച്ച് വിളമ്പി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഉസ്താദന്മാരൊക്കെ ഇന്ന് വന്നിട്ട് പോയതാ. ഞാൻ 3 ദിവസം ഇവിടെ 3 ദിവസം ഞാനിവിടെ ഈ കാഴ്ച കാണും. എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ആരും വിചാരിച്ചാൽ താജുൽ ഉലമയുടെ ഉറൂസ് ചെറുതാവുകയില്ല. അത് വലുതായി 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 വന്നുകൊണ്ടിരിക്കും. അവിടുത്തെ മസീയത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ ചെലവ് 11,000 രൂപയാണ്. അതിനിവിടെ കൂപ്പൺ വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദനികൾ കുറച്ച് വർദ്ധിക്കുന്നത് വരെ നിങ്ങളെല്ലാം ഈ സ്ഥാപനത്തെ ഒരു പ്രത്യേക രൂപത്തിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ കഠിനാധ്വാനം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ട സ്വഹാബിമാർ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കുറെ വൈകി. തബൂക്ക് യുദ്ധത്തിലേക്ക് അവർ പുറപ്പെട്ടില്ല. അങ്ങനെ അതാ അവർക്ക് വിഷമമായി. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്ത യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞില്ലല്ലോ, അത് വലിയ വീഴ്ചയായി പോയല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അവർക്കുള്ള സ്വത്തുക്കൾ പണമായി, അവർക്കുള്ള സ്വത്തുക്കൾ സംഖ്യകളായി തിരുനബിയുടെ സമക്ഷത്തിൽ കൊണ്ടുപോയപ്പോൾ ഞാനത് സ്വീകരിക്കുന്നില്ലെന്ന് അവിടെ നിന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, നബിയേ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. എന്റെയും നിങ്ങളെയും തടിമിടുക്കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെയൊക്കെ സംഭാവന സ്വീകരിച്ചു. ഒരു തഫ്സീർ പ്രകാരം സക്കാത്ത് സ്വീകരിച്ചു, അതല്ല സുന്നത്തായ സ്വതക്ക സ്വീകരിച്ചു. സ്വീകരിക്കണമെന്ന് കൽപ്പിച്ചു. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കണേ നബിയേ. ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹു പറഞ്ഞു, ഇന്ന സ്വലാതക സകനുൽ ലഹും, തങ്ങളുടെ ദുആ അവർക്ക് സമാധാനമാകുന്നു നബിയേ, തുമഅനീനത്ത് ആകുന്നു നബിയേ. അവിടുത്തെ കുടുംബ വംശ പരമ്പരയുടെ ആ പ്രത്യേകത, ആ ദുആ, ആ സക്കീനത്ത് അവരുടെ ദുആയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ആരുടെയും പവറല്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തിനെ കേട്ടിട്ടില്ലേ? കൂറത്തി എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഖുറത്തു സാദാത്താവോ? നമ്മുടെ ഉലമാ പേരിട്ട് ഖുറത്തു സാദാത്ത് അല്ലേ? ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾക്ക് പേരിട്ടു ഖുദ്വത്തു സാദാത്ത്. സയ്യിദ് അലി ബാഫക്ക് തങ്ങൾക്ക് സുൽത്താൻ ലമ പേര് വിളിച്ചു അമീനു ശരീഅ. അവരെല്ലാം അതിന് 100 വട്ടം അർഹരാ. എന്താണ് ഖുറത്തു സാദാത്തിന്റെ മഹത്വം? പുളിങ്ങോം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എന്റെ സുഹൃത്ത് നൗഫലുണ്ട്. ആ നൗഫൽ നമ്മുടെ നല്ല പ്രവർത്തകനാണ്. നൗഫൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ കുട്ടി 10 വയസ്സാകുന്നു, എന്റെ ആൺകുട്ടി.
ഈ കുട്ടിയെ ഗർഭം ധരിച്ചത് മുതൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് ഒരു കാലില്ല എന്നാണ് കാണിക്കുന്നത്. വീണ്ടും സ്കാൻ ചെയ്തു, കാലില്ല എന്നാണ് കാണിക്കുന്നത്. വീണ്ടും സ്കാൻ ചെയ്തു, കാലില്ല എന്നാണ് കാണിക്കുന്നത്. 7-ാം മാസവും 8-ാം മാസവും സ്കാൻ ചെയ്തു, കാലില്ല എന്നാണ് കാണിക്കുന്നത്. ഖുറത്തു സാദാത്തിനെ വെച്ച് വിഴുങ്ങുന്ന കുടുംബമാണ് അവരെ കുടുംബം. ബഹുമാനപ്പെട്ട മാട്ടൂൽ തങ്ങളെ വെച്ച് വിഴുങ്ങുന്ന കുടുംബമാണ് അവരെ കുടുംബം. മാട്ടൂൽ തങ്ങളാണ് നൗഫൽ എന്നയാൾക്ക് പേരിട്ടത്. അവരെ കുടുംബമെല്ലാം സയ്യിദന്മാരുമായി വലിയ ബന്ധമാണ്. ഖുറത്തു സാദാത്തിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. നിനക്ക് അള്ളാഹുവിലാണോ വിശ്വാസം, ഡോക്ടറിലാണോ എന്ന് ചോദിച്ചു. അള്ളാഹുവിലാണ് വിശ്വാസം. എന്നാലും മനുഷ്യനല്ലേ, സ്കാനിങ്ങിൽ കാലില്ലെന്ന് കാണിക്കുമ്പോൾ ഒരു വാപ്പയല്ലേ. അങ്ങനെ ഡോക്ടറെ മാറ്റി കാണിക്കാൻ പറഞ്ഞു. കാഞ്ഞങ്ങാടോ മറ്റോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഖുറത്തു സാദാത്ത് നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലുണ്ട്, അവിടെ വന്നു. എന്നിട്ടും സ്കാൻ ചെയ്തപ്പോ 9-ാം മാസവും ഒരു കാലില്ല. അവിടുന്ന് തങ്ങളെ വിളിച്ചു. തങ്ങൾ ഏതോ രാജ്യത്താണ്, വിളിച്ചു. തങ്ങളെ ഇങ്ങനെയാണ്, ഡോക്ടറിലാണ് വിശ്വാസം, അള്ളാഹുവിലാണ് വിശ്വാസം. ഉണ്ടായ സംഭവം ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ കറക്റ്റ് ഡേറ്റിൽ പ്രസവം നടന്നു. പ്രസവം നടന്നു നോക്കിയപ്പോൾ സംശയം, കുട്ടിക്കൊരു കുഴപ്പവുമില്ല, കാലുമുണ്ട്, എല്ലാം. അപ്പൊ ഇദ്ദേഹത്തിന് സംശയം, പഠിച്ചോനെ കുട്ടിയെക്കാരൻ മാറിപ്പോയതാണ് ആലോചിച്ചു. നമ്മളെങ്ങനെയല്ല, ഈമാൻ കുറഞ്ഞ ആൾക്കാരല്ലേ. ആ ഹോസ്പിറ്റലിൽ അന്ന് അങ്ങനെ ഒരു പ്രസവേ നടന്നിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർമാർക്ക് വലിയ, അപ്പൊ അറിയുന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ലേഡി വന്നിട്ട്, നിങ്ങള് പുറത്തങ്ങൾ പറഞ്ഞ ആളാണല്ലേ, ശരി ശരി, സംശയം. ഇതാണ് മനുഷ്യന്മാർ, ഇതാണ് സയ്യിദന്മാർ. ലൗ ഇന്ന ലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാകുന്ന രൂപത്തിലുള്ള അല്ലാഹുവിന്റെ പ്രത്യേകമായ അടിമകളുണ്ടെന്ന് ഉറക്ക സലാത്ത് പറയൂ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഈ സമ്മേളനം അവസാനിക്കുകയാണ്. പുറത്തുള്ളവരും അടുത്ത് നിൽക്കുന്നവരും എല്ലാം മുന്നിലേക്ക് വരിക. സയ്യിദന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. കസേരയിരിക്കുന്ന എല്ലാവരും എഴുന്നേൽക്കുക, മുന്നിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമയുടെ ഈ സഭ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ഓരോ നിയ്യത്തുകളും നിങ്ങൾ നോക്കൂ. 70 കൊല്ലം 67 കൊല്ലമാണ് ഉള്ളാളൊറ്റ നിൽപ്പ് ഉള്ളാളത്ത് നിന്നത്. നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, കറിക്ക് ഉപ്പില്ലെങ്കിൽ രാജിവെച്ചു പോകുന്ന ഉസ്താദുമാർ, ശമ്പളം തെറ്റിയാൽ രാജിവെച്ചു പോകുന്ന ഉസ്താദുമാർ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ദൗർബല്യങ്ങൾ കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ഉസ്താദുമാർ, അവരെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അടുത്ത് താമസിച്ചൂടെ അടുത്ത് വേഗം പിരിയണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ അത്ര വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഒരൊറ്റ സ്ഥലത്ത് നിന്നു. നമ്മൾ കാണുന്ന ഇന്നത്തെ സൈസ് ഖാദിമാരല്ല. ഉള്ളാൾ ദർഗാ ഷരീഫ് കമ്മിറ്റിയിൽ ഒരു നിയമം പാസ്സാകണമെങ്കിൽ താജുൽ ഉലമ ഉപ്പാപ്പ ഒപ്പിടണം. താജുൽ ഉലമ ഉപ്പാപ്പ ഒപ്പിടണം. പ്രസിഡന്റിന് കാർ വാങ്ങണം. ദർഗാ പ്രസിഡന്റ് കാറുണ്ട്, ഇവിടെ ഇപ്പോഴും ഉണ്ട് കാർ. ഉള്ളാൾ ദർഗാ പ്രസിഡന്റ് നല്ല പച്ച ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ കാർ പോയി എല്ലാവരും സല്യൂട്ട് അടിക്കും, പോലീസുകാർ. അങ്ങനത്തെ കാറാണ്. പക്ഷേ ആ കാർ വാങ്ങണമെങ്കിൽ ആരൊപ്പിടണം? താജുൽ ഉലമ ഖാദി ഒപ്പിടണം. അങ്ങനത്തെ ഖാദിയാ. യോഗം ഫാത്തിഹ വിളിച്ച് തുടങ്ങിപ്പോകും. തിരിച്ചു വരുമ്പോൾ യോഗത്തിന്റെ മിനിറ്റ്സ് വായിച്ച് കേൾക്കണം. ആ മിനിറ്റ്സിൽ താജുൽ ഉലമക്ക് പറ്റാത്തത്, ദീനിന് പറ്റാത്തത് വല്ലതും സാധാരണക്കാരായ ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ വെട്ടടാ എന്ന് പറഞ്ഞ് വെട്ടിക്കും. എന്നിട്ടേ മിനിറ്റ്സ് ഒപ്പിടുകയുള്ളൂ, മിനിറ്റ്സ് പാസ്സാവുകയുള്ളൂ. അങ്ങനെ കമ്മിറ്റികളെക്കാളും വലിയ അധികാരത്തിലിരുന്ന ശരീഅത്തിന്റെ ഖാദിമാരെ പോലത്തെ ഖാദിമാർ, അങ്ങനത്തെ ഖാദിയെ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് താജുൽ ഉലമ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവിടത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അവിടത്തെ ഒരു മൗലിദ് ഓതാനും അവിടത്തെ കുറിച്ചൊരു മദ്ഹ് പറയാനും നമ്മുടെ വീടുകളിൽ കൊച്ചു കൊച്ച് അവിടത്തെ ഉറൂസുകൾ നടത്താനും നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 3 ദിവസം ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ രാവിലെ വന്ന് വൈകുന്നേരം പോയാൽ അത്ര കുറച്ച് കാര്യമേ കിട്ടുള്ളൂ.
3 ദിവസം അതിനൊക്കെ വലിയ കാര്യം കിട്ടും. സ്ഥിരമായി നമുക്ക് താജുൽ ഉലമയുടെ ഒരു നദർ കിട്ടുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് എളിമയോടുകൂടി പറയാനുള്ളത്. അതെന്താണ്? നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ കാര്യം ഏറ്റെടുക്കണം. ഇനിയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ഥലപരിമിതികൾ ഉണ്ട്, ഇവിടെ സാമ്പത്തിക പരിമിതികൾ എമ്പാടുമുണ്ട്. ഉറൂസിന്റെ ചെലവുകൾ നിങ്ങൾക്കറിയാം. ഇവിടെ കൂപ്പൺ കൊടുത്ത് നിങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടു ഒരു ദിവസത്തെ ചെലവ്, ഭക്ഷണം, കരണ്ട് ചാർജ്, വെള്ളം ഉൾപ്പെട്ട ഒരു ദിവസത്തെ ചെലവ് ഇപ്പൊ 11,000 രൂപ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വർഷത്തിൽ നിങ്ങൾ അത് ഏൽക്കണവരും 300 ആളുകളെ അങ്ങനെ കിട്ടിയാൽ അതിങ്ങനെ നടന്നു പോകും, ജാരിയായി നടന്നു പോകും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇരിക്കുന്ന പേരക്കുട്ടികളായ സാദാത്യങ്ങളുടെ ദുആ നിങ്ങൾക്കുണ്ടാകും. എല്ലാ സ്ഥാപനങ്ങളും ട്രാക്കിൽ കയറുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പൊ ട്രാക്കിൽ കയറാൻ വേണ്ടി നിങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തിനോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ വീട്ടുകാരോട്, ഗൾഫിലുള്ള ആളോട് പറഞ്ഞിട്ട് ഒരു 11,000 രൂപ താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്ററിന് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും തങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകും. ഈ ഇരിക്കുന്ന സാദാത്യങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകും. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ മടിച്ചതുൾപ്പെടെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ അവരുടെ സ്വതക്കകൾ സ്വീകരിച്ചുകൊണ്ട്, അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, വസല്ലി അലൈഹിം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ഇന്ന സ്വലാതക സകനുൽ ലഹും അവിടുത്തെ പ്രാർത്ഥന മുഅ്മിനീങ്ങൾക്ക് സമാധാനമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ മാധുര്യവും ഇജാബത്തും അവശേഷിക്കുന്നത് ഈ തൃക്കരങ്ങളിലാണെന്ന് പ്രിയപ്പെട്ടവരെ ഖുർആനിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, ഈ അഹ്ലു ബൈത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ മനം തുറന്ന് സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുബ്ബു ആലിൻ നബി ഖാലത അൽമി വജറാ ഫീ മഫാസിലി ഫഅദറൂനി അന വല്ലാഹി മുഗ്റമുൻ ബിഹവാഹും അല്ലലൂനി ബിദിക്രിഹിമി അല്ലലൂനി. തിരുനബി കുടുംബത്തോടുള്ള സ്നേഹം എന്റെ മജ്ജയിലും മാംസത്തിലും ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഞാൻ അവരെ മദ്ഹ് പറയും, അവരുടെ കൂടെ നിൽക്കും, അവര് പറയുന്നത് കേൾക്കും. അതിനാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അല്ലിലൂനി ബിദിക്രിഹിമി അല്ലിലൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ. അതുകൊണ്ട് സാദാത്യങ്ങൾക്ക് താങ്ങും തണലുമാകാൻ അവരുടെ കുടുംബത്തിലേക്ക് ഒന്നും ചോദിക്കുന്നില്ല. ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ഒരു പ്രതിഫലവും വേണ്ട, കുടുംബത്തെ സ്നേഹിച്ചാൽ മതി എന്ന് ഖുർആൻ പറഞ്ഞ ആ സ്നേഹം കൊണ്ട് താജുൽ ഉലമയുടെ സ്ഥാപനം തോളിലേറ്റേണ്ട ബാധ്യത നമുക്കാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരാണ് ഒരാൾ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11,000 ഞാൻ കൊടുക്കും. നേരത്തെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എഴുതിയെടുത്തിട്ടുണ്ട്, ഫോമുകൾ പൂരിപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ അവരും ഉണ്ടാകും. അവരാണ് പറയാത്തത്. ആരെങ്കിലും പറയാത്തവരുണ്ടോ? ഒരു വർഷത്തിൽ ഒരു 11,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഖലീഫ ഹാഷിമി ആലപ്പുഴ 11,000 നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇനി ആരാ ഒരാള് ഫോം കിട്ടും? ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല, ഫോം കിട്ടും. ഇനി ആരാ ഒരാള് ഒരു 10 ആളെ നമുക്ക് ഇവിടെ നിന്ന് ആഖിറതാവാനായിട്ട് പറയാൻ പറ്റിയ ആരാ? ഒരാള്. ബിസ്മില്ലാ, ഒന്ന് കൈപൊക്ക്. 11,000 രൂപ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്താൽ മതി. നമ്മുടെ ആയുസ്സിലെ വലിയ ബർക്കത്തിന് വേണ്ടി, ജീവിതത്തിലെ ബർക്കത്തിന് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഭാര്യയുടെ രോഗം മാറാൻ വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങൾ നേർച്ചയാക്കി മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയാ, വേറെ ഒന്നിനുമല്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് ഒരാൾ പറയാനുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് ഒരാള്? രണ്ടാള്, ഒരു 10 ആൾ ഇവിടുന്ന് കിട്ടൂലേ? സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ എല്ലാവരും കൊടുത്തു പോയിന്ന്. എത്ര ആള് ഫോം കൊടുത്തത് എനിക്കറിയാം. കൊടുക്കാത്ത ആൾക്കാരുണ്ട്. കഴിയുന്ന ആളുകൾ അത് ഏൽക്കണം. സുഹൃത്തുക്കളോട് പറഞ്ഞ് ഏൽക്കണം. ആരാണ് പുറകിൽ ആരെയുണ്ട്? സിറാജ് ഹജി ആരെങ്കിലും ഉണ്ടാ? ഇൻഷാ അല്ലാഹ് 100 കഫീലന്മാരെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എഴുന്നേറ്റ്.
അപ്പൊ കഫീലന്മാര് നേരത്തെ സ്ഥലം വിട്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാ. കൈവയ്ക്കാൻ പേര് തലയൂർ ഞാൻ കൈവയ്ക്കാലും. ആരെങ്കിലും ഉണ്ടാ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആരെങ്കിലും ഉണ്ടോ? ഉജ്ജറത്തങ്ങള് ജബ്ബാർ ഹാജി ഖൂലു തക്ബീർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജബ്ബാർ ഹാജി 11,000 രൂപ അല്ലാഹു നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ജബ്ബാർ ഹാജിക്കുള്ള എല്ലാ വിഷയങ്ങളും നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിയത്തുകളും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട പട്ടു ഉസ്താദ് ചെറിയ നസീഹത്ത് പറയും. ഇരുന്നായാലും അല്ലേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കുക്കയതങ്ങള് ദ്വാരക്കാനോട് ഗർവന്തിരുത്തി എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സാന്നിധ്യം ഉണ്ട്. അതിനാരുണ്ടോ പറയാൻ? ജബ്ബാറാജിനെ സ്റ്റേജ് ആരുണ്ടോ? സിറാജിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാ, അശ്രവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ, നിശ്ചയാടുസ്താ പറഞ്ഞു കഴിഞ്ഞാ, മുഹമ്മദ് യാസീൻ നൊച്ചിയാൽ 11,000 രൂപ. ഖൂലു തക്ബീർ. നീ ഖബൂലാക്കണേ അല്ലാഹ്. നൊച്ചിയാടുസ്താദിന് മോൻ തന്നെയാണ്. എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്റെ ദുആ അല്ല, ഇവിടെ വലിയ ദുആ വരാൻ പോകുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ആരാണ്? ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇവിടെ നിന്ന് പറയാം. ഈ തങ്ങന്മാരെ ദുആ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ മാറി നിൽക്കുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇൻ ളായ സയ്യിദി ഖൈറൻ നബി ഫയദ്നിബറക്കും ഖിയാമത്തിൽ നൽകണേ ശഫാഅത്ത്. നഷ്ടമായാൽ എത്രയോ കഷ്ടമാ ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി.